മന്മതേട്ട നിങ്ങൾ ഇവിടെ ഒന്ന് കുത്തിരിക്കും, ഞാനൊന്ന് പറയട്ടെ. എന്റെ മൊയ്തു, ഞാൻ എങ്ങനെ ഇരിക്കും സമാധാനമായിട്ട്? ഇങ്ങനെ ഒരെണ്ണം പുരനിറഞ്ഞിരിക്കുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിപ്പോ മൂന്നാമത്തെ ആലോചനയാണ് മുടങ്ങുന്നത്. ആ സുഗതം വന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താന്ന് പറഞ്ഞു പോയ ആളാ ഇപ്പൊ വിളിച്ചിട്ട് പറയണ്ട് കല്യാണം നടക്കൂല. നടക്കാതിരിക്കാൻ വേണ്ടി എന്ത് പ്രശ്നമാണ് നമ്മുടെ ഈ കുടുംബത്തിലുള്ളത്, അല്ലെങ്കിൽ ഇവനുള്ളത്? ഇതിപ്പോ ഞാൻ മുടക്കിയതല്ലോ, നാട്ടുകാർ ഇടപെട്ടിട്ടാണ് സംഭവം മുടങ്ങുന്നത്. അച്ഛന്റെ പിശുക്കായിരിക്കും കാരണം. അച്ഛന്റെ പിശുക്ക് നാട്ടുകാരെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്ത് പിശുക്ക് കാണിച്ചടാ? നിന്നെ വളർത്തി ഇത്രത്തോളം ആക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത്തിരി ധാരാളിത്തം കുറച്ചു, അതിനവൻ പിശുക്കുന്നു. അതെ, ഇവിടെ അച്ഛന്റെ പിശുക്കൊന്നല്ല ഇപ്പൊ വിഷയം. വേറൊരു വിവരം ഞാൻ കേട്ടിക്കണം. അതെന്താണ്? എന്ത് വിവരമാണ്? നിങ്ങൾക്ക് ഇനിയൊന്നും തോന്നുന്നു വേണ്ട, ഇവൻ കഞ്ചാവെന്നൊക്കെ പറയേണ്ട ആൾക്കാർ. അങ്ങനെ വല്ലതും ഉണ്ടാണോ നിനക്ക്? ഇല്ല കഞ്ചാവ, ഞാൻ ബീഡിയും കൂടി വലിച്ചിട്ടില്ല ഈ പ്രായം വരെ. അവ അങ്ങനെയൊന്നും ചെയ്യൂല. അങ്ങനെയല്ല ഞാൻ അവനെ വളർത്തിയത്. തള്ള പോയ പിന്നെ അവന് ഞാൻ പൊന്നെ കരളെന്ന് പറഞ്ഞ് വളർത്തിയതാണോ? അങ്ങനെയൊന്നും ചെയ്യൂല. ഓന്റെ മുഖത്ത് നോക്കിയാൽ ആരെങ്കിലും പറയോ ഓൻ കഞ്ചാവ് അടിക്കുന്ന ആളാണ്? മൊയ്തുക്ക എന്നിട്ട് അവൾ എന്താ പറഞ്ഞത്? ഓക്കും കഞ്ചാവ് അടിക്കുന്ന ആളെ മാണ്ടാണ്. അല്ല പ്യാരി മോനെ, അതിപ്പം മൊയ്ത് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ചോദിക്കാണ്, നിന്നെ അറിയാതെ എങ്ങാനും ഈ സാധനം എടുത്ത് വലിച്ചു പോയോ? അച്ഛൻ ഞാനിത് എന്താന്ന് കണ്ടിട്ടും കൂടി ഇല്ല അച്ഛാ. ഇല്ല, അവ അങ്ങനെ ചെയ്യൂല മൊയ്ത്, എനിക്ക് ഉറപ്പുണ്ടവനെ. ഏതായാലും കഴിഞ്ഞ ചത്ത കുട്ടീന്റെ ജാതകം ഇനി നോക്കണ്ട. അതെ, നല്ല വല്ല ആലോചന ഉണ്ടെങ്കിൽ മൊയ്ത് പറ. വേറൊരു ആലോചന ഉണ്ട്. പിന്നെ അത് ആ കുറച്ച് മുന്തിയ ടീമാ, ഉമ്മക്കൊണ്ട് സിങ്ക് ആവൂല. ഞങ്ങൾക്കിപ്പോ എന്താ ഒരു കുറവ്? കുറവൊന്നും ഉണ്ടായിട്ടില്ല. കുടുംബത്തിൽ ഇച്ചിരി ആള് കുറവുണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പാരമ്പര്യവും ഞങ്ങളുടെ അന്തസ്സും അതിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ നമുക്ക് അവൻ നോക്കാം. തൃക്കാക്കര അടുത്താ. എന്റെ ഓഫീസിന്റെ അടുത്താണ് അച്ഛാ. അതെ അല്ലേ? എന്റെ ഓഫീസ് ആടെയാ? കാക്കനാട്. തൃക്കാക്കരയില് BSL റിട്ടയർഡ് ആയ ഒരാളാ. മൂപ്പര മോളാണ് കുട്ടി. ഒറ്റ മോള്. ഇപ്പൊ BSc നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുക. BSc നഴ്സിംഗ് നല്ലതാ, പുറത്തോട്ട് പോകാൻ ചാൻസ് നല്ലതാ. അല്ല, ഈ കൊടുക്കലും വാങ്ങിക്കലും ഒക്കെ എങ്ങനെ ഇരിക്കും? 1.5 ഏക്കർ സ്ഥലത്ത് ബംഗ്ലാവ് പോലത്തെ ഒരു വീട്. ഇത് രണ്ടും കുട്ടിക്കുള്ള. അത് കൊള്ളാം. അല്ല ഇത് ഈ 1.5 ഏക്കർ സ്ഥലത്തിന് പട്ടയമൊക്കെ കൃത്യമായിട്ടും പട്ടയം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നിങ്ങൾക്ക് ഇത് അച്ഛന്റെ കൂടെ പോകും വേണം, അമ്മേന്റെ കൂടെ കിടന്നുറങ്ങണം എന്നാണ് നടക്കുന്ന കാര്യ. നിങ്ങൾ വേറെ ബ്രോക്കർമാരെ നോക്കിക്കൊള്ളിട്ടോ, എനിക്കത് ശരിയാവും. ഇരിക്കാം. അല്ല പിന്നെ എന്ത് വർത്താനം മനുഷ്യൻ പറയണത്? മിണ്ടായിരിക്ക അച്ഛാ. അച്ഛന്റെ വിവരക്കേട് കൊണ്ടാണ് മൊയ്തൂക്ക് അത് ആലോചിച്ചു. അതെ, ഇത് എനിക്ക് കൊണ്ടുപോകാനില്ല, നിനക്ക് എടുത്തരാനാണ്. അങ്ങോട്ട് നോക്കി. കഴിഞ്ഞ ആലോചനകൾ മുഴുവൻ മുടങ്ങിയത് നാട്ടുകാർ അറിഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടാ. അതെ അതെ. അതുകൊണ്ട് ഈ ആലോചന 4മതൊരാൾ അറിയരുത്. നമ്മൾ 3 എന്നാലേ ഇത് നടക്കുള്ളൂ. അതെ അതെ, മനസ്സിലായിട്ടല്ലോ? ഞങ്ങളായിട്ട് ആരോടും പറയാം. മതി, ഞാനായിട്ടും ആരോടും പറയില്ല. പിന്നെ പെണ്ണ് കാണുന്ന അന്ന് ഉച്ചക്ക് തന്നെ നമുക്ക് കല്യാണം നടത്താൻ പറ്റുമെങ്കിൽ അത്രയും അതൊന്ന് സംസാരിച്ചു. അന്ന് ഉച്ചക്ക് തന്നെ. ഈ അന്വേഷിക്കുമ്പോ നല്ല പ്രശ്നം ഉണ്ടാണ്. അതേതായാലും നമുക്ക് നോക്കാം. ഏതായാലും ഇപ്പൊ ഈ ബൈക്ക് കൊണ്ട് പോവാം. ഞാൻ ഓരോട് പറയാം കേട്ടോ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഞാനുണ്ട് പോയതൊക്കെ പുറത്തേക്ക്. എനിക്ക് ആ മണ്ടോരി ഡോക്ടർ ഒന്ന് കാണണം. വയറിനൊരു ചെറിയ നമ്മുടെ സത്യന്റെ മോള്. അതെ അതെ, ആ കുട്ടി പറഞ്ഞ മാതിരി കേട്ടോ. ഒരുപാട് ആലോചന ഞാൻ കൊണ്ടുവരുത്ത ഒന്നും അതിന് ശരിയാവില്ല. ഭയങ്കര ഡിമാൻഡ് അവർക്ക്. പക്ഷെ അസുഖത്തിന്റെ കാര്യത്തിലൊക്കെ വയറുവേനക്കോൾ അപ്പം മാറ്റി തരും. ഇതിപ്പോ എന്താ അറിയാമോ, അവന് കല്യാണം നടക്കാത്തതിന്റെ ഒരു ആദിയാണിത്. അതിന്റെ അല്ല, എന്തായാലും കല്യാണത്തിന് മുമ്പ് രോഗങ്ങളൊക്കെ കണ്ട് പോയിക്കോട്ടെ. നമ്മരെ പോര് പെട്ടെന്ന് തിരിച്ചു വരണേ മോനെ. അവിടെ എവിടെ ചുറ്റി തിരിയല്ലേ. നമ്മളെ നാട്ടുകാരും ഒന്നും നല്ലതല്ല, അതുകൊണ്ട് പറയാ. ഈശ്വരാ, ഇതെങ്കിലും നടന്നാ മതിയായിരുന്നു. എന്നാലും ആ പട്ടയം കാണുമായിരിക്കും. ഇതൊന്നുമില്ല, ഗ്യാസിന്റെ ആണ്. ഈ മരുന്നേ വെറും വയറ്റില് ഒരു 5 ദിവസം കഴിക്കേ. ഈ മനസ്സിലെന്തേലും പ്രയാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാവും ഡോക്ടറെ? ഇപ്പൊ എന്താ മനസ്സിന് ഇത്ര പ്രയാസം? അത് ഈ കല്യാണം ഒന്നും അങ്ങോട്ട് ശരിയാകണില്ലേ. 2-3 ആലോചന അടുക്ക പിടിക്ക വന്നതാണ്, പക്ഷെ അത് അങ്ങോട്ട് മുടങ്ങി പോണു. അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊക്കെ എന്നും ഗ്യാസ് ആയിരിക്കുമല്ലോ. ഡോക്ടറുടെ കല്യാണം അങ്ങോട്ട് ശരിയാകണില്ല എന്ന് പറഞ്ഞു കേട്ട്. ഒന്നും പറയണ്ട, അച്ഛനെ ഓരോ പിടിവാശിയാണ്. സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് MD എടുത്ത ആളെ കൊണ്ട് എന്നെ കെട്ടിക്കോളന്ന് വാശിയില്ല. അത് ശരി. അപ്പൊ സത്യനും അങ്ങനെ നിർബന്ധമൊക്കെ ഉണ്ടാ? പിന്നെ എത്ര കല്യാണാലോചന വന്നെന്നറിയാമോ? അപ്പൊ ഡോക്ടർക്ക് ഈ കോളേജിൽ പഠിക്കണ സമയത്ത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടുവച്ചുകൂടായിരുന്ന? എനിക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നണുണ്ട്. പക്ഷെ അന്ന് ഈ പഠിത്തത്തിന്റെ തിരക്കല്ലേ. പിന്നെ അത് മാത്രമല്ല, അമ്മ കുഞ്ഞിലേ മരിച്ചേ പിന്നെ അച്ഛനല്ലേ എന്നെ വളർത്തിയത്. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല. ചെറുപ്പത്തില് തന്നെ എന്റെ അമ്മ മരിച്ചതാണല്ലോ. അപ്പൊ അച്ഛന് നിർബന്ധം നല്ലൊരു കാര്യം തന്നെ നടത്തണമെന്ന്. വീട്ടിലും വേറെ ആരും ഇല്ലേ.
അപ്പൊ അന്വേഷിച്ച് വന്നപ്പോ ഈ 3 കാര്യവും നാട്ടുകാർ മുടക്കിന്നാ പറയണത്. അയ്യോ, മര്യാദക്ക് ആ കോളേജിലൊക്കെ പഠിക്കുമ്പോ ആരെങ്കിലും പ്രേമിച്ചാ പോരായിരുന്നു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമ്മളെയൊക്കെ ആരെങ്കിലും പ്രേമിക്കണ്ടേ. എന്താ കാണാൻ അത്ര മോശമാണ്? ഒരു മെനയുണ്ടായില്ലല്ല. ഇപ്പൊ ഈ ജോലിയൊക്കെ കിട്ടിയപ്പോഴല്ലേ ഒരുവിധം വെട്ടം വെച്ചത്. ശരിയാണ്, അന്ന് സോഡാ കുപ്പി പോലെ ഇരുന്നിട്ട്. അന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഒന്നും ഉണ്ടായില്ലേ, അല്ലെങ്കിൽ ഞാൻ മണ്ടുവിനെ പ്രേമിച്ചാനെ. എന്റെ വീടിന്റെ മുമ്പിൽ കൂടിയല്ലേ മണ്ടുവും ഷീജയൊക്കെ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, പറയാൻ ധൈര്യം കിട്ടിയില്ല. കൊള്ളാല. അന്നത് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇവിടെ വരണ്ടായിരുന്നു. ഗ്യാസിന്റെ ഗുളിക വീട്ടിലിരുന്ന് എഴുതി തന്നാ പോരായിരുന്നു. ചെല്ല് എന്നാ ഈ മരുന്ന് മേടിച്ച് കഴിക്കട്ടെ. അപ്പൊ ഇത് ഈ മുകളിൽ എഴുതിയാണ് വെറും വയറ്റിലെ കഴിക്കണമല്ലേ. അപ്പൊ ഞാൻ രാവിലെ കഴിച്ചിട്ട് ഒരു 3 മണിക്ക് വരാം. എന്തിന്? അല്ല, ഒന്ന് കാണാലോ, ആശ്വാസം ഉണ്ടെ പറയാല്ല. 5 ദിവസം കഴിഞ്ഞ് വന്നാ മതി. എന്നാ ആ ഫോൺ നമ്പർ ഒന്ന് എഴുതി തരും, എന്തെങ്കിലും സംശയം ഉണ്ടെ വിളിക്കാല്ലോ. ഇപ്പൊ ഇതിലുള്ള ഫോൺ നമ്പറിൽ വിളിച്ചാ മതി. എഴുതിക്കോ. ഇതിലുള്ളത് വിളിച്ചാ മതി. മതി, അതിൽ അച്ഛനാരെങ്കിലും എടുത്താലേ. ചെല്ല്. അല്ല, വേറെ ആരെങ്കിലും വരുന്നവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. വേറെ പേഷ്യൻസ് ഒന്നും ഇല്ല പുറത്ത്. സത്യത്തിൽ എന്താ പ്രശ്നം? എന്നാ ശരി, എന്നാ ഞാൻ വിളിക്കാം. ഐ ലവ് യു പറഞ്ഞേക്കായിരുന്നു. സത്യേട്ടാ, ഒരു കാര്യം നടക്കില്ല. ഈ കൊറോണ കൊണ്ട് വന്നതിന് ശേഷം ഒരു കല്യാണം ബ്രോക്കറായ എന്റെ കൈ കൊണ്ട് നടന്നില്ല. കല്യാണങ്ങളൊക്കെ അവിടെയും പടി നടക്കണൊക്കെ ഉണ്ടല്ലേ? അല്ലാതിപ്പോ മൂപ്പരതിൽ നടക്കണ്ടേ? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് നാട്ടിൽ എത്ര കല്യാണം നടത്തിയ ബ്രോക്കറാണ് ഞാൻ. ഇതൊക്കെ മുടങ്ങി പോവാ. മുടങ്ങാതെ പറഞ്ഞല്ല എന്റെ ശരി, മുടക്ക്. അപ്പൊ ഇജ്ജ് പോയി കണ്ടുപിടിക്കാന്നിട്ട് ഇജ്ജ് എന്നെ മുടക്കം ചെയ്യേ. എത്ര നിങ്ങൾ പറയണത്? ഞാൻ തന്നെ മുടക്കി, നാട്ടുകാർ മുടക്കാന്ന്. എന്തെന്നാ അതിനൊക്കെ പറയും? വേറെ ഒരു പണിയില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഏതെങ്കിലും നല്ല ആലോചന കൊണ്ടുവരും, ഏതെങ്കിലും ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കും. പിറ്റേന്ന് രാവിലെ അത് മുടങ്ങി. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ഈ നാട്ടില്. ഇഷ്ടം അതെ, നമ്മുടെ മന്മഥന്റെ പ്യാജാതൻ കുളിക്കലേ, എന്താ ചക്കന്റെ സ്ഥിതി ഇപ്പോ? ഓന് യോഗയില്ല. 4-5 ആലോചന ഞാൻ കൊണ്ടുകൊടുത്തു, 4 മുടങ്ങി. എന്താ കഥ അല്ലേ? പറയുമ്പോ നല്ല വീട്ടുകാരാ. മന്മഥനൊക്കെ എന്താ അത്ര മോശം? തന്നല്ലേ നല്ല ഒരു ജോലി, മറ്റേ ഇതില് ജുറാസി പാർക്കില് ജോലി ഉണ്ടല്ലോ. ഇൻഫോ പാർക്ക്. ആ സിനിമയുടെ ഇപ്പോ ഓൻ 5ാമതൊരു ആലോചന വന്നിക്കണം. അത് ഞാൻ നടത്തും. എന്ത് വില കൊടുത്തും നടത്തും. അതിന്റെ ഒരു വാസ്യ നടത്തണം. അത് പിന്നെ കഴിഞ്ഞ 4 എണ്ണവും നാട്ടുകാർ മുടക്കിയതാ. അതുകൊണ്ട് ഇത് നാട്ടുകാരൊന്നും അറിയിക്കണില്ല. ഇത് രഹസ്യ. ഇതിപ്പോ ഞാനും ചെക്കന്റെ അച്ഛനും ചെക്കനും മാത്രമേ അറിയുള്ളൂ. അതാ നല്ല കേട്ടോ. ആരോടും പറയില്ലേ? ആരോടും പറയണ്ട. ഇതിപ്പോ എവിടുന്നാ പെണ്ണ്? സംഭവം തൃക്കാക്കരന്നാ. സാറ് ഫാമിലിയാ. തൃക്കാക്കരയിൽ ഒരു വാസുദേവൻ ഉണ്ട്. ഒരു BSNL റിട്ടയർഡ് ആയ വാസുദേവൻ. ഭാര്യ ടീച്ചറാ. ഒരു 1.5 ഏക്കർ സ്ഥലവും ഒറ്റ മോളും. ഈ പ്യാരികാതിന്റെ ഭാഗ്യമായിരിക്കും നടന്നാലും. ഒരാളോട് ഞാൻ പറഞ്ഞില്ല, വേണ്ടല്ലോ, അറിയരുത്. ഇനി ഒരാളോടും പറയേണ്ട കാര്യം. ആരോടും പറയണ്ട. സംഗതി നടക്കട്ടെ. നടക്കോ നോക്കല്ലേ? ഇത് നടന്നിട്ട് വേണം എനിക്കിവിടെ ഒന്ന് എഞ്ഞി പിടിച്ച് നടക്കാൻ. ഒരു കല്യാണമെങ്കിലും നടക്കോ കൊറോണ ആയിട്ട്. എത്ര ചായന്റെ പൈസ? അതൊന്നും കുഴപ്പമില്ലാന്നേ, നമുക്കൊരു ഇത് കിട്ടി. അല്ല, അങ്ങനെ കുഴപ്പമില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയാലോ? എനിക്ക് ഓനെ കണ്ടിട്ടേ ആടേക്ക് പോകേണ്ട ഒരു കാര്യമൊക്കെ ഒന്ന്. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. BSNL ജോലി. ഇനി എന്തിനാ വേറെ അടയാളം? ഭാര്യ ടീച്ചർ അല്ലേ? ജോലി BSNL നാട്. അപ്പൊ എപ്പഴാ പോവാ? ഞാനിവിടെ അങ്ങനെ പോയിട്ട് അവിടെ നിങ്ങള് പോയിട്ട് വരേ. ഞാൻ പോണോ? അത് നിങ്ങള് BSNL നിങ്ങള് പോയിട്ട് വരേ. എന്താ മോളെ? അച്ഛാ, മോളെ നീ ഒന്ന് വരുന്നുണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് വരാ അച്ഛാ. ഞങ്ങളോ? ആരാ കൂടെ? അല്ല, അച്ഛൻ പറഞ്ഞില്ലേ അന്ന്
സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് MD എടുത്ത ആളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കുള്ളൂന്ന്. അത് അത്ര തന്നെ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് അത് നടക്കുമെന്ന് തോന്നണില്ല അച്ഛാ. അതെന്താ നടക്കായിക? അത് കണ്ടുപിടിച്ച് കെട്ടിക്കലാണല്ലോ എന്റെ പണി. ഞാൻ ചെയ്തോളൂ. അല്ല അച്ഛാ, അത് നടക്കില്ലാന്ന് തോന്നണു. എന്താ ഈ പറയണത്? പിന്നെ പിന്നെ കല്യാണം കഴിക്കാതിരിക്കേ? കഴിച്ചു. കഴിച്ചോ? ആ, എന്ത് കഴിച്ചു? അത് നമ്മുടെ പുളിക്കിലെ മന്മഥൻ ചേട്ടന്റെ മോനില്ലേ, പ്യാരിജാതൻ. പ്യാരിജാതൻ? പുള്ളിക്കാരന്റെ 3-4 ആലോചന വന്നിട്ട് ആരാണ്ടൊക്കെ കൂടി മുടക്കിന്ന്. അല്ല, ഞങ്ങൾ ആലോചിച്ചപ്പോ പുള്ളിയുടെ കല്യാണം നടക്കണില്ല, എന്റെ കല്യാണം നടക്കണില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നീ എന്തൊക്കെ പ്രാന്താണ് ഈ പറഞ്ഞോണ്ടിരിക്കണ്ട മണ്ടോ? എന്ത് കല്യാണം കഴിക്കാൻ തീരുമാനിക്കണേ? എന്താ കണ്ടമാരെ പോട്ട് കല്യാണം കഴിക്കുക? ഇനിയിപ്പൊ അത് ആരും മുടക്കണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ അപ്പൊ തന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചുന്നോ? നീ എന്തൊക്കെയാണ് ഈ പറയണ? അപ്പോ അപ്പൊ ഒന്നും ഇല്ല, ഞങ്ങള് കല്യാണം കഴിച്ചു. അങ്ങോട്ട് വരാണ്. അച്ഛൻ വിളക്കെടുത്ത് റെഡിയായി നിന്നോ. മണ്ട്. ഹലോ ഹലോ, മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.